ഇറാൻ ഇസ്രയേൽ സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം. അൽ ഉദൈദിലുള്ള US സൈനിക ബേസിലേക്കാണ് 6 മിസൈലുകൾ വിക്ഷേപിച്ചത്. ഇറാന്റെ ആക്രമണം ഉണ്ടായതായും ഖത്തറും സ്ഥിരീകരിച്ചു. മിസൈലുകളെ പ്രതിരോധിച്ചതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാർക്ക് താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവും ഇന്ത്യൻ എംബസി നൽകി. നിരവധി മലയാളികളുള്ള സ്ഥലമാണ് ഖത്തർ. വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സ്ഫോടനങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളും പറയുന്നു. അതേസമയം ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടതായി റിപ്പോർട്ടുകളില്ല. അതേസമയം സ്ഫോടന ശബ്ദത്തോടൊപ്പം വലിയ കുലുക്കം അനുഭവപ്പെട്ടതായി ദോഹയിലെ മലയാളികൾ പറയുന്നു. അപ്രതീക്ഷിതമായ ആക്രമണമായതാൽ പലരും പരിഭ്രാന്തരായി. ആകാശത്ത് വെച്ച് തന്നെ ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായി ഖത്തർ അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യോമതാവളം ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 10,000-ഓളം US സൈനികരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ബഹ്റൈനിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. സുരക്ഷാ സൈറനും മുഴക്കി. സുരക്ഷാ സ്ഥാനങ്ങളിൽ ഇരിക്കാനും പുറത്തിറങ്ങരുതെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആകാശത്ത് തീഗോളങ്ങൾ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം ഖത്തർ തങ്ങളുടെ ആക്രമണം ലക്ഷ്യമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. സഹോദര രാഷ്ട്രങ്ങളെ ആക്രമിക്കില്ലെന്നും US സൈനിക ബേസ് മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രതികരിച്ചു. വ്യോമതാവളത്തിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തെ ഖത്തറും സൗദി അറേബ്യയും UAEയും അപലപിച്ചു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് US യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ബോംബിട്ടത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം. ഇതിനു മറുപടിയായി ഇറാന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് ഇറാൻ സർക്കാർ പ്രതികരിച്ചിരുന്നു. US ആക്രമണം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് സംഘർഷം ഇറാനിലേക്കും വ്യാപിക്കുന്നത്.